അങ്ങനെ കോൺഗ്രസിന് പുതിയ KPCC പ്രസിഡന്റിനെ കിട്ടിയിരിക്കുന്നു, പുതിയ UDF കൺവീനറെ കിട്ടിയിരിക്കുന്നു. ഒന്നോർത്തോ, സുധാകരൻജി അടക്കം പല നേതാക്കളുടെയും കണ്ണീരിൽ ചവിട്ടിയിട്ടാണ് നിങ്ങളൊക്കെ കൂടി ആ കസേരയിൽ കയറിയിരിക്കണേട്ടാ, പറഞ്ഞേക്കാം. അപ്പോ വെള്ളാപ്പള്ളി സാർ പറഞ്ഞത് ഒന്നിങ്ങട്ട് കടെടുക്കാനേട്ടാ. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് നടന്നത് ഓപ്പറേഷൻ സുധാകരനോ. KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സുധാകരൻജിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ ഇവിടെ പലരും പഠിച്ച പണി 18 എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ സുധാകരൻജിക്ക് നല്ലോണം അറിയാട്ടാ. എന്നാലും എന്റെ കസേര ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മൂപ്പര് ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ പറഞ്ഞിട്ടും ഇവിടെ ആരും അത് മുഖവിലേക്ക് എടുത്തില്ലല്ലോ. പുള്ളിക്ക് അത് ഓർക്കുമ്പോഴാ ഭയങ്കര സങ്കടം. കോൺഗ്രസിൽ വലിയ തർക്കമാണ്, വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോ സുധാകരനെ മാറ്റിയാലും സുധാകരനെ മാറ്റിയില്ലെങ്കിലും ഒക്കെ തർക്കമായി. അത് അടുത്ത 2026 കഴിഞ്ഞാലും അവസാനിക്കൂല. കരിനാവ് വെച്ചൊന്നും പറയല്ലേ പ്ലീസ്. കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ കരിനാവായി കരിങ്കടനായി. പുതിയ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും മുമ്പ് തന്നെ ഗോവിന്ദമാഷ് പറഞ്ഞ ആ കാര്യത്തില് ഒരു മാറ്റം വന്നിട്ടില്ല. അത് അച്ചട്ടായിരിക്കണു. പുതിയ നേതൃമാറ്റം വന്നിട്ടും അവിടെ തടിപിടിയുടെ കാര്യത്തില് ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് സാരം. ഓപ്പറേഷൻ സുധാകർ ഇപ്പൊ നടത്താനുള്ള കാരണം എന്താ? അതിനുള്ള പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായി. സുധാകരൻ എന്തിനു മാറ്റണം? സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനും ആയ ഒരു KPCC പ്രസിഡന്റാണ് തെളിയിച്ചു കഴിഞ്ഞു. കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ പൊക്കി പറഞ്ഞ് സുധാകരൻജിനെ ഒരു മൂലയ്ക്ക് എത്തിച്ചപ്പോ എല്ലാവർക്കും കൂടെ സമാധാനമായില്ല. അപ്പൊ ഇവർക്കെല്ലാം ഉണ്ടല്ല കുറെ ബൊമ്മകളെയാണ് വേണ്ടത്, കഴിവുള്ളവരെ വേണ്ട. ഇടം വലം നോക്കാതെ കോൺഗ്രസിന് അറഞ്ചം പുറഞ്ചം വെള്ളാപ്പള്ളി വിമർശിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ലേ? നിങ്ങളൊക്കെയാണ് മൂപ്പര് ബൊമ്മകളെന്ന് വിളിക്കണത്. അത്തരം കാര്യങ്ങൾ ഒക്കെ ഒരു മറുപടി എന്നുള്ള നിലയിലൊന്നും പറയാൻ ഞാൻ അർഹനല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ സമുദായത്തിന്റെ സമന്വിതമായ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് പോയിന്റ്. വെള്ളാപ്പള്ളി സമുദായ നേതാവല്ലേ? എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വോട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ? വോട്ട് ബാങ്ക് മുഖ്യമ്പിക്കില്ലേ? അതുകൊണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ചീത്ത വിളിച്ചാലും എന്ത് മോശം പറഞ്ഞാലും ചിരിച്ചോട്ട് കേട്ടുക. അതാണ് സ്ട്രാറ്റജി. കഴിമാറിക്കോ നല്ലതാണ്, അല്ലെങ്കിൽ എന്റെ കാല് പൊന്തും, പിന്നെ എന്നെ കുറ്റം പറയരുത്. സുധാകരൻജി കൂൾ എങ്ങനെ കൂളായിട്ടിരിക്കില്ലേ? ഈ സുധാകരൻജിയുടെ അതൃപ്തി AK ആന്റണി വഴി ഹൈക്കമാൻഡിൽ അറിയിച്ചിട്ടും മൂപ്പരെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഈസി ആയിട്ട് തൂക്കിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞില്ലേ? പുള്ളി ആ ട്രോമയിൽ നിന്ന് കരകയറുണ്ടോ? അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ പ്രമുഖരായ നേതാക്കളെ എല്ലാവരോടും കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ എല്ലാരും അറിഞ്ഞോണ്ടുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? ഞങ്ങളുടെ സുധാകരൻജി പാവം മൂപ്പര് വിചാരിച്ചു ദേശീയ നേതൃത്വം മാത്രം എടുത്ത തീരുമാനമാണെന്ന്. അപ്പൊ ഇതിന്റെ പിന്നിലും സതീശേട്ടാ നിങ്ങളുടെ കൈയായിരുന്നു അല്ലേ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ല, ഒന്ന് വഴക്കിട്ടിട്ട് പോലുമില്ല. ഒരു ദേഷ്യത്തിൽ എന്നോട് അദ്ദേഹമോ ഞാൻ അദ്ദേഹത്തോടോ സംസാരിച്ചിട്ട് പോലുമില്ല. അതെ, സതീശേട്ടനും സുധാകരൻജിയും തമ്മിൽ ഒരു പ്രശ്നവും. അവര് തമ്മിൽ ഇതുവരെ ഒരു കുഞ്ഞു പിണക്കം പോലും ഉണ്ടായിട്ടില്ല. സതീശേട്ടാ ഒരു മിനിറ്റ്, ഫ്ലാഷ് ബാക്ക്. അതെങ്ങനെയാണ്? എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. One eternity later. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ഇതൊക്കെ ഒരു പ്രത്യേകതരം സ്നേഹപ്രകടനായിരിക്കില്ലേ സതീശേട്ടാ? നാട്ടുകാരുടെ മീഡിയയുടെ മുന്നിൽ ഇത്രയും സ്നേഹപ്രകടനാണെങ്കിൽ ബാക്ക് സ്റ്റേജിൽ എന്തൊരു സ്നേഹപ്രകടനായിരിക്കും. എന്താ ഞാനൊന്നും പറയില്ല, ഒന്നും പറയാൻ എനിക്കില്ല. നിങ്ങളോട് പറയേണ്ട ദിവസം നാളെ കഴിഞ്ഞ് വരും. KPCC പ്രസിഡന്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആന്റണിയുടെ കാര്യം ആരെങ്കിലും തിരക്കിയ നിങ്ങള്? ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സുധാകരൻജിനെ മാറ്റാൻ പോണെന്ന് വാർത്ത വന്നപ്പോ തൊട്ട് ഇവിടെ എന്തായിരുന്നു ടോക്ക്? ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആന്റണിയാണ്. എന്നിട്ട് എന്തായി? ലിസ്റ്റ് വന്നപ്പോ പേരിന് പോലും ആ പേര് എവിടെയില്ല. ആ പിഞ്ചു മനസ്സിനത് താങ്ങാൻ പറ്റുമോ? പ്രഖ്യാപനം വന്നപ്പോ കഥ കടച്ച് വീട്ടിലിരുന്നതാ. പിന്നീട് ആര് വിളിച്ചിട്ടും വാതിലുറന്നില്ല. അവസാന നിമിഷം വരെ ആന്റണി KPCC പ്രസിഡന്റ് ആവുമെന്ന് വിചാരിച്ചിരുന്ന ആന്റോ ക്യാമ്പ് ഹൈക്കമാൻഡ് തീരുമാനം കേട്ടപ്പോ തൊട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ ഒരു ഉപജാപക സംഘം കോൺഗ്രസിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആന്റണി പറയുന്നത്. നിങ്ങളെ കാണുമ്പോൾ സങ്കടമായി വരണം. നിങ്ങൾ ഈ രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ ഭക്ഷണം കഴിച്ചിരുന്നോ? പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ
അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീമതി വിമലാജിക്ക് എല്ലാ രീതിയിലുള്ള എന്റെ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആശംസ പറയുമ്പോൾ ആൻഡോ സാറിന്റെ മുഖഭാവം കണ്ട അതിലുണ്ട് എല്ലാം. അടുത്തതായി KPCC നേതൃത്വം ചുമതലയേൽക്കുന്ന ചടങ്ങാണ്. ഓ, അതൊക്കെ ഇവരെങ്ങനെ കണ്ടു നിൽക്കുമോ എന്തോ. നമ്മുടെ സുധാകരൻജിക്കും ആൻഡോ സാറിനും ഇതൊക്കെ കണ്ടു നിൽക്കാൻ കുറച്ച് മനക്കെട്ടി ആവശ്യമുണ്ട്. അതിന് കുറച്ച് സമയം വേണം. അപ്പോൾ പുതിയ നേതൃത്വം ചുമതലയേൽക്കുന്ന ചടങ്ങ് ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. അപ്പൊ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് ചുമതലയേറ്റു. കോൺഗ്രസിലെ ഒരു വിഭാഗം ഭയങ്കര ഹാപ്പിയാണ്. നോട്ട് ദ പോയിന്റ്, കോൺഗ്രസിലെ ഒരു വിഭാഗം ഭയങ്കര തൃപ്തിയല്ല. തൃപ്തി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷം എന്ന് പറയാൻ പറ്റും. സന്തോഷിക്ക് ശരിയാക്കി തരണ്ടല്ലോ അതിന്. നീയാണ് ഈ പാർട്ടി ആയത്. ഞാൻ ബേക്കോട്ടാ പോയത്. നിന്നെ ഞാനാണ് ആദ്യം ഷാളണിയിക്കേണ്ടതെന്ന്. ഞാനാണ് ഇവിടെ ബാക്കിലോട്ട് പോയെന്ന്. അവിടെ നിൽക്കുമ്പോ ഷാപ്പി പറമ്പിന്റെ നെഞ്ചില് തീയായിരുന്നു. മൂപ്പരെന്തുട്ടാ വേറെ പറയാൻ പോണെന്ന് അറിയില്ലല്ലോ. ഇതിലൊതുക്കിയത് ഭാഗ്യം. അപ്പോ ചടങ്ങ് തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ സുധാകരൻജി സണ്ണി ജോസഫിനെ ഷാളണിയിക്കുന്നതായിരിക്കും. സുധാകരൻജി എത്ര ഹാപ്പിയാണല്ലേ. അത് ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നല്ലവണ്ണം മനസ്സിലാവും. ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട. അങ്ങനെ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം, ഒറ്റക്കെട്ടല്ലേ, അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം. മുരളീധരേട്ടന് പിന്നെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഐക്യത്തിനെ കുറിച്ച് പറച്ചില് മാത്രല്ല, അത് പ്രവൃത്തിയിൽ വരുത്തണം എന്ന് പറഞ്ഞത് നമ്മളിപ്പോ കണ്ടതാണല്ലോ. അപ്പൊ സുധാകരൻജി, ഇനി നമുക്ക് കുറച്ച് മധുരം കൊടുക്കലാവാം. അവിടെ എല്ലാരും ഉള്ളതല്ലേ സുധാകരൻജി. മൂപ്പര് ലഡുവിന് വേണ്ടി വായോർന്നപ്പോ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുക്കായിരുന്നു. വായിൽ വെച്ച് കൊടുക്കാം. കൈ എടല് പിടിച്ച കയ്യാന്നറിയാം. ഓ, ഹൈജീന്റെ പ്രശ്നമായിരുന്നല്ലേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ കഴിക്കുന്നതിന് പ്രശ്നമില്ലേ? ഓ, സങ്കടം കൊണ്ടായിരിക്കും അല്ലേ. നമ്മള് കൂടുതൽ ചോദിച്ച് വിഷമിപ്പിക്കണില്ല. മറ്റുള്ളവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണല്ലോ. നമുക്ക് വിധിയല്ലേ. പരിപാടി കഴിഞ്ഞപ്പോ സുധാകരൻജിന് ആർക്കും വലിയ മൈൻഡില്ല. ഇനിയിപ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ. മൂപ്പരെ ഹാപ്പി ആക്കാനും തൃപ്തിപ്പെടുത്താനും മൈൻഡ് ആക്കാനൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ലല്ലോ. സുധാകരനെ തൃപ്തിപ്പെടുത്താനല്ല, ശക്തിപ്പെടുത്താനാണ് സണ്ണി ജോസഫ്. എന്നോട് തന്നെ മലബാറിലുള്ള കുറെ ആളുകൾ വിളിച്ചു ചോദിച്ചു, ഇതാരാ ചേച്ചി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെന്ന്. ഞാൻ പറഞ്ഞില്ല, ആ ഭാഗത്ത് ചോദിച്ചാൽ അറിയാം, ഞങ്ങളവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അത്രയും അറിയാത്ത ഒരാൾ വരുന്നതിനെ പറ്റി പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. അത് എനിക്ക് അനുഭവം, എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. തഗ്ഗിലൂടെ അപമാനിച്ചു. സോ സാഡ്. അപ്പൊ മധുരം കൊടുപ്പോടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാനായല്ലോ അല്ലേ. ഇനി UDF കൺവീനർ മാറ്റിയ സ്ഥിതിക്ക് ഹസൻജിക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രതികരിക്കാൻ? ഞാനൊരു സ്ഥിര പ്രതികാരി അല്ലല്ലോ. സംതിങ് ഫിഷി. അപ്പൊ അവിടുന്ന് എന്തോ ഒരു പ്രതികാര കഥ പറയാനുണ്ട്. അതിനെ കുറിച്ചൊന്നും നിങ്ങളോട് പറയാൻ തയ്യാറല്ല. മുൻ UDF കൺവീനർക്കും മുൻ KPCC പ്രസിഡന്റിനൊക്കെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാ ഇന്നിവിടെ വേറെ ചില ആൾക്കാർക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. 36 കോൺഗ്രസ് KPCC പ്രസിഡന്റുമാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ നിരയിൽ തീർച്ചയായും ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം. അതിൽ നിന്ന് ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പുതിയ KPCC നേതൃത്വം അടിപൊളിയാണ്, സൂപ്പറാണ്, മാസാണെന്നാണ് അവരെന്നെ പറയണത്. കോക്കനട്ടാണ്, പാർട്ടിയുടെ ഗതി അതോ ഗതി തന്നെ എന്ന് പറയുന്നവരും ആ കൂട്ടത്തിലുണ്ട്. പുതിയ KPCC നേതൃത്വത്തിന്റെ കളികൾ രാഷ്ട്രീയ കേരളം കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് വെല്ലുവിളി. പിടിച്ചതിലും വലിയതാണോ ആളേലെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.